ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഓരോ പണിയിലാണ് ഉള്ളത്. എല്ലാവരും രാവിലെ എഴുന്നേറ്റു. എന്നെ അവർ വിളിച്ചെണീപ്പിച്ചു കേട്ടോ. ഞാൻ എൻ്റെ അലാറം അടിക്കാൻ വേണ്ടി 2 മിനിറ്റും കൂടി ബാക്കിയുള്ളപ്പോൾ അവരെന്നെ വിളിച്ചെണീപ്പിച്ച്. ഞാൻ കാണിച്ചു തരാം. കേട്ടില്ലേച്ച് എല്ലാവരും എണീച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ചീനച്ചട്ടി താഴെയായിപ്പോയി. ഞാൻ ഇന്നലെ ഉരുളക്കിഴങ്ങ് വറുത്തത് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വറക്കാം. കുഴപ്പമില്ല, ഇതിലെന്തായാലും നമുക്ക് വറുത്താൽ പോരെ. ഇതിനകത്ത് ചൂടാവാൻ ഇത്തിരി സമയം എടുക്കും, അതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. ഞാൻ പറയുന്നതിലൊരു കൊയ ഉണ്ടാകും, കാരണം എൻ്റെ പല്ലിൽ ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ് ഒരു കൊയ വരുന്നത് കേട്ടോ. നമുക്ക് ആദ്യം മുളക് വറുത്തെടുക്കാം. മുളക് വറുക്കൽ വലിയ പരിപാടി പറയുന്നില്ല. മുളക് വറുക്കുക, പുളി ഒക്കെ തന്നെ. ഉറക്കം ബിരുദം നല്ല ഉറങ്ങിയപ്പോൾ തന്നെ എത്ര മണിയായി? 12:30 കഴിഞ്ഞു ഉറങ്ങിയപ്പോൾ തന്നെ. എല്ലാവരും വേഗം ഉറങ്ങണം 10 മണിക്ക് ഉറങ്ങണം എന്നെല്ലാം പറഞ്ഞിരുന്നു. 10 മണിക്കൊക്കെ നമ്മൾ വർത്താനം പറഞ്ഞിരിക്കല്ലേ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എല്ലാവരും റെഡിയാക്കി വെച്ച് കാണിച്ചു തരാം. ഇവിടുന്ന് ഒച്ചത്തിൽ കൂവാൻ പറ്റില്ല, കാരണം ഇവരൊക്കെ ഉറങ്ങുന്ന അവർ മാത്രമേ എഴുന്നേറ്റുള്ളൂ. ഇവരൊന്നും ഇപ്പോഴൊന്നും എഴുന്നേക്കില്ല. അവരൊക്കെ പോകാനാണെന്നിട്ട് 10 മിനിറ്റ് മുന്നേ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഒരു കസിൻ മാത്രമേ, ഒരേട്ടൻ മാത്രമേ എഴുന്നേറ്റുണ്ട്. ഇപ്പോൾ കസിൻ. അപ്പം ഞാൻ അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കുകയാണ് ഇത്ര സമയം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ആക്കിയിരുന്നു. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ മതി, കാരണം ഒന്ന് വാട്ടി എടുക്കാൻ വേണ്ടിച്ച് മാത്രമായിട്ടുള്ള എണ്ണ. ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഓരോന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പം നല്ലോണം ഇതൊന്ന് ഏകദേശം പൊട്ടി വരുന്ന രീതിയിലാവും. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും മാറ്റി വെക്കാം നമുക്ക്. ഇങ്ങനെയാണോ എല്ലാവരും ചമ്മന്തി അരക്കൽ നിൽക്കല്ലേ? ഞാൻ പൊതുവേ ഇത് നമ്മൾ ഈ തീയിൽ കാണിച്ച് ചുട്ടെടുക്കുകയും ചെയ്യാം. പിന്നെ ഇങ്ങനെ ഈ രീതിയിൽ അരക്കലുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഈ മുളക് ഇങ്ങനെ വെച്ചിട്ടരയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് എന്തായാലും ഒരു 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും, കാരണം കുറച്ചുള്ളത് കൊണ്ട് അത്യാവശ്യം തേങ്ങയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് 2 പാർട്ടായിട്ട് ചെയ്യാം. ഇപ്പോഴും നമുക്ക് ഇത്ര തേങ്ങ വേണോ? ഇപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്. ഇത്ര മതിയാവും. കുറച്ച് പാട്ടിൽ ഞാൻ ഇത്ര തേങ്ങ ഇട്ടിട്ടുണ്ട്. പകുതിയോളം നമുക്ക് ഇട്ടെടുക്കാം. നമ്മൾ ഉള്ളിലേക്ക് ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ചെറിയ കഷ്ണം ഇഞ്ചി, പുളി, ഇപ്പോൾ ഞാൻ ഇത്ര പുളി എടുത്തിട്ടുണ്ട്. നമ്മൾ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി റെഡി ആയി, പക്ഷേ അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിൽ മുളക് പോയി. നല്ലോണം കണ്ണൊക്കെ ആകെ ചൂന്ന്. ഇനിയിപ്പോൾ നീര് വെക്കലൊക്കെ അങ്ങനെ പ്രശ്നമുണ്ട്. എന്തെങ്കിലും കണ്ണിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നീര് വെക്കും. നീര് വെക്കാണ്ട് കിട്ടും. ചമ്മന്തിയൊക്കെ റെഡി ആയി. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറാണ്.
നല്ല എരിവുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ എരിവുണ്ടപ്പം ചെറുതുള്ളതുകൊണ്ട് ചിക്കനുള്ളതുകൊണ്ട് എന്തായാലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഇട്ട് എന്നിട്ട് നമുക്ക് വലിയൊരു ഉണ്ട പിടിച്ചിട്ട് ഇലയിലോട്ട് വെക്കാം. കുറവുണ്ട പോലെ ഉണ്ട്. ഓക്കെ, ടേസ്റ്റ് കിട്ടത്തക്ക സെക്കൻഡ് നമുക്ക് അപ്പോൾ എൻ്റെ ചമ്മന്തിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി ഞാനൊരു ഇലയൊക്കെ വാട്ടി അതിൽ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാകാൻ വേണ്ടി പോകാൻ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തല കുളിച്ചിട്ടില്ല. ഞാൻ തലേ ദിവസം കുളിച്ചെല്ലാം സെറ്റാക്കി വെച്ചതായിരുന്നു. ഞാൻ ഈ ഡ്രസ്സായിട്ട് ഇട്ടത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡ്രസ്സാണ് ഇട്ടത്. അതിന് ശേഷം ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് മേലെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്തോ ട്രെയിനിലോ ബസ്സിലോ അങ്ങനെ ലോങ് ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടി വെക്കുക. അധികം ഞാൻ ഇങ്ങനെ തന്നെയാണ് കെട്ടി വെക്കുക. കാരണം എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് അതാണ്. അപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. മുഖത്തൊന്നും ഇട്ടിട്ടില്ല. ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്. വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവാട്ടോ. അതുകൊണ്ട് കുറേ ടാനായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മുഖത്ത്. ഇനി ഈ ടൂറ് കഴിഞ്ഞ് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ താഴെ ആപ്പൻ്റെ വീട്ടിലാട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരും കുറച്ച് സമയം ഡാൻസൊക്കെ കളിച്ച്, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. ഏതാ അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ഇപ്പോഴാണ് ഓർക്കുന്നത്. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആയിരുന്നു ആ അമ്പലം. ഞാൻ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്. കാരണം എന്തൊക്കെയോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത്ര അതിനെക്കുറിച്ചിട്ട്. അപ്പം അങ്ങനെ നമ്മൾ കുറേ സമയം ഇങ്ങനെ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരുന്നു. കുറേ സമയം പാട്ട് വെച്ചിരുന്നു, കുറേ സമയം ഡാൻസ് കളിച്ചു. ഞാനിങ്ങനെ ഓരോ പുറത്തത്തെ കാഴ്ചകളും അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കലാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് സത്യത്തിൽ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. തോന്നുന്നു എൻ്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് വല്ലാണ്ട് ഓയിലി ആവുന്നുണ്ട്. പക്ഷേ എൻ്റെ മുഖം ഓയിലി ആവുകയും ചെയ്യും, എൻ്റെ കാലും കൈയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും ചെയ്യും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ടി വരും തോന്നുന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കട്ടെ. എനിക്കിത് പെട്ടെന്ന് ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ സ്ട്രെയിറ്റുള്ള സ്ഥലങ്ങൾ ഞാൻ ഇതുവരെ വയനാട് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ നേരെ ഇങ്ങനെ വലിയ മലകൾ കാണുന്ന സ്ഥലങ്ങളിലൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു അത് കണ്ടപ്പോഴത്തേനും. അങ്ങനെ ഞാൻ കുറേ സൺകിസ് കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോ തല പുറത്തിടുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട് ചീത്ത പറഞ്ഞതാണ്. അബിയേട്ടനോട്ടും ചീത്ത പറഞ്ഞതാണ്. പിന്നെ എല്ലാവരും വൈബാകുന്ന സമയത്ത് പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന സമയത്ത് ഇവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കില്ല. അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി കാണാൻ പറ്റുന്നില്ല. ഞാനൊന്ന് ഡിക്കി പോയിട്ട് എൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവലുപ്മാവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അധികം അങ്ങനെ ആർക്കും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാൽ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം നമ്മളവിടെ നിർത്തി കഴിക്കുന്ന സമയത്ത് വേറൊരു ടീമും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പത്തലും ചിക്കൻ കറിയും അങ്ങനെ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കാറ്. പക്ഷെ അവരും ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മളടുത്ത് കുറേ സമയം വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ നമ്മളൊരു പ്ലേസിലെത്തിയിട്ടാണ് നമ്മൾ ബാണാസുര ഡാമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല ഏതാണ് സ്ഥലം എന്ന്. പോയി എന്നല്ലാണ്ട് സ്ഥലത്തിൻ്റെ പേരോ ഒന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല. എനിക്കറിയില്ല. അങ്ങനെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ സോഫ്റ്റ് ടോയ്സ് ഈ എന്താ പറയുക, ഈ ടെഡി ബിയർ പോലത്തെ കുറേ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി എൻ്റെ സൗണ്ട് പോയിട്ടാണ് ഉള്ളത്. അപ്പം
എന്തായാലും ചെറിയൊരു ഇതുണ്ടാവും വോയിസ് ഓവർ ചെയ്യുന്നതിൽ. ഹലോ ഗായ്സ്, ഇതിപ്പോ എവിടെയാണ്? ബാണാസുര ഡാം. വയനാട് എത്തിയപ്പോ അതെയാ, ഉറങ്ങിയോന്ന് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. വയനാട് നേരത്തെ എത്തി. നമ്മള് കൊണ്ട് വെച്ചില്ലേ, ഇത് വയനാടാണ്. വയനാട് നമ്മള് ചുരം കയറി വയനാടായി. ഇവിടെ എന്തി ഇപ്പൊ കാണാനുള്ളത്? കണ്ടിട്ടില്ല. എന്നാലും പാട്ടോസം നട്ടില്ല. ഹായ് ഒക്കെ നമ്മൾ ടീം വീട്ടിൽ ഭയങ്കര സാധനം അടുത്തരോ. കുറച്ച് സ്പീഡിലായിട്ട് അങ്ങോട്ട് പോ. ഒരാവേശത്തിന് പറഞ്ഞു പൊന്തിക്കാമല്ലോ. കണ്ട അമ്മേനെ കണ്ട, അമ്മക്കൊരു പേടിയില്ല. ആകെ കുളമായി നോക്കൂ. ഇത് അബിയുടെ പെങ്ങളും വേറൊരു പെങ്ങളുണ്ട്, ആ പെങ്ങളുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ആടലായിരുന്നു. ആട്ടുന്നത് ഇവളുടെ, അതായത് എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ അടിപൊളി വൈബാണ്, എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ടാണ് ആൾ. ഭയങ്കര വൈബായിരുന്നു. എൻ്റെ മോക്ക് കരച്ചിലായിരുന്നു. എൻ്റെ മോളെ കരച്ചിൽ ഇപ്പം മാറി. പിന്നെ ഞാൻ കരയോ, ഇനി ഞാൻ കരയും. പിന്നെ നമുക്ക് അവക്കാടോ വീണ് കിട്ടി ഗൈസ്. അവക്കാടോ മരം കാണിച്ചു തരാം. ഒരു അവക്കാടോ കിട്ടി. അതിന് ഇതിൻ്റെ കളർ ഇതാ. ഇന്നൊന്ന് വീണ് കിട്ടിയിരുന്നു. പക്ഷെ ഇതേ ഇരിക്ക് എന്താ ആണ്ട് വെക്കാറുണ്ട്. ഇവളാണ് ആ കള്ളി. അത് കട്ടെടുത്തു. നമുക്ക് 2 മണിക്ക് റിസോർട്ട് കയറാൻ പറ്റുള്ളൂ. 2 മണിക്ക് ബാക്കി ഫാമിലി വെക്കട്ടെ. അപ്പം എപ്പോഴേ കയറാൻ പറ്റുള്ളൂ. ചിക്കൻ കറി ഒന്നുമില്ല മോനെ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കഴിക്കുക. നമ്മൾ റൈഡിൽ കയറാൻ പോകണം ഗൈസ്. ഇതിലാണ് നമ്മൾ കയറാൻ പോണേ. ഇവർക്കെല്ലാം പേടി ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒന്നിൽ കറച്ച്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേയിലുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു. അപ്പോൾ എനിക്ക് എല്ലാം അങ്ങനെ കൂടുതലായിട്ട് വീഡിയോസ് എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല, കാരണം ഞാൻ എൻജോയ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ആ ബേക്കിലുള്ളത് ഞാൻ പറഞ്ഞില്ല അളിയൻ്റെ അച്ഛനാണ് കേട്ടോ. അടിപൊളി വൈബാണ് സത്യത്തിൽ. എല്ലാവരും എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും കൂടിയില്ലെങ്കിലും എന്താണ് ഉണ്ട് എന്നുള്ള തോന്നൽ വരുത്തിക്കുന്ന പോലത്തെ 2 ആൾക്കാരാണ് അവർ. പിന്നെ ആൻറ്റി ഉണ്ടായിരുന്നു, ആൻറ്റിയും അതുപോലെ തന്നെ അടിപൊളിയാണ്, അബിയേട്ടൻ്റെ ആൻറ്റിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്. സത്യത്തിൽ അടിപൊളിയാണ്. റിസോർട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. അത്രയ്ക്ക് അടിപൊളി എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളി. ഇതിൻ്റെ സൈഡിലായിട്ട് അവർ ചെറിയൊരു ലൈബ്രറി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാനും അബിയേട്ടനും കിടന്ന റൂം. അപ്പോൾ ഓൾറെഡി അവിടെ പോയിട്ട് നമ്മുടെ കസിനാണ്, അബിയേട്ടൻ്റെ കസിനാണ് അവിടെ പോയിട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവർക്ക് അവിടെ കിടക്കാൻ പറ്റില്ല, കാരണം അത് ഒരു കപ്പിൾ റൂമായിരുന്നു. കാരണം ബാത്റൂമിൻ്റെ ഉള്ളിൽ മിററൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് റൂമായിരുന്നു. സത്യത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ ആ റൂമും. പിന്നെ അവരുടെ സർവീസ്, അതായത് ആ റിസോർട്ടിൽ അവർ കപ്പിൾസ്
സോക്സ് എന്തിനാണെന്നറിയാം ഞാൻ ഇട്ടത്. സോക്സ് ഇട്ടത് എനിക്ക് കാലിനധികം തണുപ്പ് പറ്റില്ല. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ടൈലായതുകൊണ്ട് ചെരുപ്പിട്ടിട്ട് നടക്കുക. അപ്പോൾ ഇവിടുന്ന് ഞാൻ ചെരുപ്പെടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. പിന്നെ എന്താ പറയാൻ വെച്ചത്, ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഫുഡ് ഉണ്ടാക്കിയിട്ട് നേരെ പൂളിലിറങ്ങി സെറ്റ്. അപ്പോൾ നമ്മളെന്തായാലും ഞാൻ എന്തായാലും താഴോട്ട് പോട്ടെ. അപ്പം ഞാനാട്ടോ ചിക്കൻ കറി വെക്കുന്നത്. എവിടെ പോയാലും എങ്ങനെ പോയാലും എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അമ്മേൻ്റെ അടുത്ത് പോയി ഉണ്ടാക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോഴും അമ്മ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കും, എങ്ങനെയാണ് ഇതിടണോ അതിടണോ എന്നൊക്കെ വേണ്ടി ചോദിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് നമ്മുടെ ഓണറിൻ്റെ കുട്ടിയാട്ടോ. അപ്പോൾ നല്ല അടിപൊളി വാവയായിരുന്നു. എല്ലാവരുടെ അടുത്തും വന്ന് ആര് കൈ നീട്ടിയാലും വരും. അവർക്കും പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, കുട്ടീനെ എടുക്കുന്നതിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഷട്ടിൽ കളിക്കലാണ്. വാവയുടെ ബോള് ഇങ്ങനെ കൊക്ക പിടിച്ചങ്ങ് പോയിട്ട്, ഇത് വേറൊരു കൊക്കുണ്ടല്ലോ ഇവിടെ, കിട്ടിയാ മൗഗ്ലി ക്ഷീണിച്ചു ഗൈസ്. പറ എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഹായ്, നമ്മൾ ഷട്ടിൽ കളിക്കുകയാണ്. പെർഫെക്റ്റ്. ഇതാണ് കേട്ടോ നമ്മളെ പൂള്. അടിപൊളിയായിരുന്നു. അവർ കുറേ സമയം എടുത്തു അവർക്കൊന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോൾ വിളിച്ച് പറയാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് പറയാൻ വിട്ടുപോയതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ഫിൽറ്റർ ചെയ്തിട്ടൊക്കെ പണി കിട്ടി കേസ്. അതാണ് എനിക്ക് ഇത്ര സമയം വീഡിയോ എടുക്കാൻ പറ്റാണ്ടുന്നത്. എൻ്റെ മൂക്കിൻ്റെ അടുത്ത് മൂക്ക് വെള്ളത്തിലിറങ്ങിയപ്പോഴത്തേനും അഭിയുടെ കയ്യിൽ നിന്ന് മറ്റേ നമ്മളെ അതിൻ്റെ പേര് പറയുന്നത് ഇങ്ങനെ നമ്മൾ തലയിൽ കൂടി ഇരുന്ന മറ്റേ റിങ്ങില്ലേ, ആ സാധനം മൂക്കിനെ ഒന്ന് അടിച്ച് പ്രശ്നമായി. ആകെപ്പാടെ പ്രശ്നമായി. അപ്പോൾ ഞാൻ ഇത്ര സമയം കണ്ടോ സങ്കടം. എനിക്ക് കരച്ചിൽ വന്നു, എനിക്ക് കണ്ണെല്ലാം നീര് വെച്ച് അങ്ങനെ ആയിട്ടാണ്. അപ്പോൾ കുടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ സമയം സ്വിമ്മിംഗ് പൂളിൽ കളിച്ച്, സ്വിമ്മിംഗ് പൂളൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് എല്ലാവരും കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ആകെപ്പാടെ ടയേർഡായി മൊത്തം. ഇനിയിപ്പോൾ ഇത് കിടന്ന് ഉറങ്ങണം. സ്വിമ്മിംഗ് പൂള് നമ്മൾ ഇത്ര സമയം ഇതിൽ കളിക്കലായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്കൊന്നും എനിക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ റിസോർട്ട് കാണിച്ചു തരാം. നമ്മളവിടെ നിന്ന് ഞാൻ ഇത്ര സമയം എൻ്റെ ഫോണും മിസ്സിങ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഞാൻ അങ്ങ് അവിടെ വെച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങളിവിടെ ഷട്ടിൽ ബാറ്റ് കളിച്ച് നേരെ ഞാൻ ഇങ്ങനെ കയറി പൂളിലേക്ക് അങ്ങ് കയറി. അതുകൊണ്ട് എനിക്ക് ഇതാക്കാൻ പറ്റിയിട്ടില്ല. ഫോൺ ഇത്ര സമയം മിസ്സിങ് ആയിരുന്നു, കുറേ സമയമായിട്ട്. ഓക്കേ, പിന്നെ അന്നത്തെ ദിവസം എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് പിറ്റേത്തെ ദിവസമാണ് കേട്ടോ. എന്നൂര് അങ്ങനെ എന്തോ ആണ് സംഭവം. അവിടത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അടിപൊളി വൈബാണ്, നല്ല അടിപൊളി വൈബായിരുന്നു. അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തെ കോസ്റ്റ്യൂം ഇതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വയ്ക്കുന്നു. ടാറ്റാ ബൈ ബൈ, ലവ് യു.